പ്രശസ്ത കവയിത്രി രജി ജ്യോതിബാബുവിന്റെ കവിതാ സമാഹാരം ഒഫേലിയ പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശനം കേരള പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒഫേലിയ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ആദ്യ കവിതാ സമാഹാരമായ ഒഫേലിയ എന്ന പുസ്തകമാണ്. ചലച്ചിത്ര ഗാന സഭയിൽ ശ്രദ്ധേയനായ ശ്രീ ടി.പി. ശാസ്ത്രമംഗലമാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. ഔദ്യോഗിക ജീവിതത്തിലേക്കിടയിലും ഏറെ കോട്ടുകൾ വിജയിക്കുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യട്ടെ എന്ന ആശംസയോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ പുസ്തകം എല്ലാവരും വിലകൊടുത്ത് വാങ്ങണം. ഞാനിവിടെ സൂചിപ്പിച്ചു. കാരണം ഇത് വിറ്റ് കിട്ടുന്ന ലാഭം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കും ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന പരിമിതിയുള്ള സ്നേഹതീരം എന്ന സ്ഥാപനത്തിനും SOS സമിതിക്കും നൽകുവാനാണ് ശ്രീമതി രജി രാജേന്ദ്രൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നു. എന്തായാലും കളിക്കാവള എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും ഒരു അറ്റത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ അന്തരീക്ഷമാണ്. അവിടെ ആ പ്രദേശം ആസ്ഥാനമാക്കി മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഫേസ്ബുക്ക് പ്രസിദ്ധീകരണം പ്രോത്സാഹനം അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അങ്ങേറ്റം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും നാട്ടിൽ ഇതേപോലുള്ള നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള ചെറിയ ചെറിയ സമിതികളെയും ഇതേപോലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടത്. പലപ്പോഴും വലിയ അറിയപ്പെടുന്ന എഴുത്തുകാരുടെയും വലിയ പ്രസിദ്ധീകരണശാലകളുടെയും ഒക്കെ തന്നെ പുസ്തകങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ എത്രയോ വിലയുണ്ട് ഈ കളിക്കാവള പോലുള്ള ഗ്രാമത്തിൽ അവിടെയുള്ള പ്രവർത്തനം നടത്തുന്ന ഈ സാഹിത്യ രംഗത്തെ പ്രവർത്തനത്തിലുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി. രാമചന്ദ്രൻ നായർ മന്ത്രിയിൽ നിന്നും ഒഫേലിയ കവിതാ സമാഹാരം ഏറ്റുവാങ്ങി. സാഹിത്യരംഗത്തും അതുപോലെ തന്നെ കവികളും ഒക്കെ ആയിട്ടുള്ളതാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങിക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ കൂട്ടത്തിലൊക്കെ പെടുന്ന ഒരാൾ. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ആരെങ്കിലും വിളിക്കണം എന്ന് ഞാൻ ശ്രീ രജി രാജേന്ദ്രനോട് പറഞ്ഞതുപോലെ സാധാരണ കാരണം മിക്കവാറും എൻ്റെ എഴുത്തുമായിട്ടൊക്കെ അപ്പൊ വളരെ സന്തോഷപൂർവ്വം അങ്ങനെ എഴുതുക എന്നുള്ളത് ഒരു മഹത്തായ കാര്യം. പുസ്തകത്തിന്റെ ആദ്യ പ്രതി മാധ്യമപ്രവർത്തകയും മുൻ PSC അംഗവുമായ R. പാർവതി ഏറ്റുവാങ്ങി. പ്രശസ്ത ചലച്ചിത്രഗാന നിരൂപകനായ T.P. ശാസ്ത്രമംഗലമാണ് ഒഫേലിയയുടെ അവതാരിക എഴുതിയിരിക്കുന്നത്. കവിയും മാധ്യമപ്രവർത്തകനുമായ ജോൺ റിച്ചാർഡ് പുസ്തകാവലോകനം നടത്തി. എഴുത്തുപുര മലയാള ഭാഷാ സാഹിത്യവേദി സംസ്ഥാന പ്രസിഡന്റ് സജിൻ SR അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കവയിത്രി രജി ജ്യോതിബാബു മറുപടി പ്രസംഗം നടത്തി. എന്നെ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു കൂട്ടം ആളുകളുടെ നിരന്തരമായ അഭ്യർത്ഥനയാണ് ഈ പുസ്തകം സഫലമാക്കുന്നത്. കാരണം സ്വന്തമായി പുസ്തകം ഇറക്കുക എന്നത് കൊണ്ട് സ്ഥിരമായി എഴുതുക എന്നത് പോലും അങ്ങനെ ഒരു അജണ്ടയിൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പലപ്പോഴും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതുമെന്നല്ലാതെ അത് പബ്ലിഷ് ചെയ്ത് ഒരു അങ്ങനെ ഒരു ഇതിലേക്കുള്ള താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് സർവീസ് ആയിട്ട് 2-3 മാഗസിനുകളുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സാംസ്കാരിക സംഘടന, രചന സാംസ്കാരിക സംഘടന, ഇതേപോലെയൊക്കെ ഉള്ള ചെറിയ വേദികളിലൊക്കെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതിനപ്പുറം വലിയ ഒരു താല്പര്യത്തിലൊന്നും ആയിരുന്നില്ല ഇത്രയും നാളും ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ളവർ ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം എന്നൊരു കാര്യം
എൻ്റെ ആദ്യത്തെ എസ്ഒ. നാൻമൺ മലയാളം ന്യൂസ് തിരുവനന്തപുരം.